അധികാരസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ സാധിക്കൽ പര്യാപ്തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് പ്രധാനം. അപ്പോ ആരെങ്കിലും സന്ദീപ് വാര്യർ ഇന്ന് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. സന്ദീപ് വാര്യർ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. പാണക്കാട് വന്നു പോയാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. അതിന്റെ മെസ്സേജ് വളരെ നല്ലതുമാണ്. ആ മെസ്സേജിന് വലിയ ഇമ്പാക്റ്റും ഉണ്ടാവും. അത് സൗഹൃദത്തിന്റെ ഒരു ഇമ്പാക്റ്റാണ്. ആ ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം, സദിഖലി ശിഹാബ് തങ്ങൾ പഴയ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ്. അത് സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നായിപ്പോയി. അത്തരം ഇനിയിപ്പോൾ ഒരു അധികാരസ്ഥാനത്തും വരാത്ത ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി നടക്കുന്ന പാണക്കാട് തങ്ങന്മാർക്ക് ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തൊട്ട് ആവശ്യവുമില്ല. ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം. അപ്പം അതുകൊണ്ട് BJP വിട്ട് കോൺഗ്രസിൽ പോയി പോയ ആള് പാണക്കാട് ഒന്ന് വന്നതിന് ഇത്ര വലിയ പ്രകോപനം കൂട്ടക്കരച്ചിലൊന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകനെ പോലെയാണ് സദിഖലികൾ പ്രവർത്തിക്കുന്നതെന്നാണ്. അത് അല്ലാത്തൊരു ഇതുവരെ കേൾക്കാത്തൊരു ആരോപണമാണ്. അല്ല, അവർക്ക് മോശം എന്നല്ലാതെ എന്താണ് അങ്ങനെ പറഞ്ഞേക്കും. BJP ആള് രാജിവെച്ച് വന്ന കോൺഗ്രസിലാണ് ഈ പറയുന്നത്. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ. ഇപ്പോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രീണനം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിലൊക്കെ എതിർക്കൽ, അപ്പോഴാണ് സാദിഖ് അലി തങ്ങൾക്ക് ഇല്ലാത്ത കുഴപ്പം. അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം കമ്പയർ നേരത്തെ പറഞ്ഞതുപോലെ പാണക്കാട് മുഹമ്മദ് ശബ്ദങ്ങളെ അഞ്ചലി ശബ്ദങ്ങളൊക്കെ പോലെ അതേ രീതിയല്ല അദ്ദേഹം പിന്തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ സാദിഖ് അലി തങ്ങളെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണോ മുഖ്യമന്ത്രി നടത്തിയത്? അല്ല, ഇപ്പൊ സാദിഖ് അലി തങ്ങളാണല്ലോ മുഖ്യമന്ത്രിക്ക് കഴിയാത്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ പീസ് കോൺഫറൻസ് നടത്തുന്നു, അതുപോലെ തന്നെ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നു, എല്ലാ നിലയിലും നിറഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് അന്ന് വിമർശനങ്ങൾ തങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർക്ക് അങ്കലാപ്പുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഈ പാലക്കാട്ട് CPM വിജയിക്കും എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം കിട്ടുക BJPക്കാണ്. കാരണം എന്താ വെച്ചാൽ CPM അവിടെ 3-ാം സ്ഥാനത്താണ്, ഇടതുപക്ഷം അവിടെ 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി വിജയിക്കും എന്ന് പറഞ്ഞ് വോട്ട് ഭിന്നിച്ചാൽ, കോൺഗ്രസിന് വോട്ട് കുറഞ്ഞാൽ അതിന്റെ ഗുണം BJPക്കാണ്. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി CPM ഇനി അവിടെ 3-ാം സ്ഥാനത്താണെന്ന് ഉറപ്പായി. പിന്നെ ജനങ്ങൾ കൺസോൾട്ടേറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യും. അപ്പോൾ കോൺഗ്രസിന്റെ ജയം ഉറച്ചു, ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് ഉറപ്പിച്ചു. അതില് ആ ആള് സന്ദീപ് വാര്യർ പിറ്റേ ദിവസം തന്നെ പാണക്കാട്ടേക്ക് വന്നപ്പോൾ അതിൽ അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. അത് പാണക്കാടിന്റെ മഹത്വം തന്നെയാണ്. പാണക്കാടിന്റെ മഹത്വം ശിഹാബ് തങ്ങളുടെ കാലത്തുള്ളതുപോലെ എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനത്ത് അത്രയും BJPയിൽ ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരാൾ പാണക്കാട്ടേക്ക് വന്നത്. അതാണ് ഇപ്പൊ തൽക്കാലം അതിന് ജമാഅത്തെ ഇസ്ലാമി ആണിപ്പോ അതിന് ചൂസ് ചെയ്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി യുടെ പേരും പറഞ്ഞ് ഇതേ ജമാഅത്തെ ഇസ്ലാമി അവരെ കൂടെ ആയപ്പോൾ യാതൊരു കുഴപ്പമില്ല. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയറാന്ന് പറഞ്ഞതുപോലെ അന്ന് ജമാഅത്തെ ഇസ്ലാമി ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇപ്പോ അവരെ വേണ്ട. അപ്പോ
ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റി മാറ്റി പറയുന്നു എന്നല്ലാതെ അതിനകത്ത് യാതൊരു കാര്യവുമില്ല. പാണക്കാട് തങ്ങന്മാരൊക്കെ എന്നും ഒന്ന് തന്നെയാണ്, ഇന്നും അത് തന്നെയാണ്. അതുകൊണ്ട് ആ പറച്ചിലും കൊണ്ട് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നേതാവ് താങ്കളെയും ബാക്കിയുള്ള ലീഗ് നേതാക്കളെയൊക്കെ വിമർശിക്കുമ്പോഴും സ്വാഭാവികമായി പാണക്കാട് തങ്ങന്മാരെ ഇത്തരം അനാവശ്യ വിവാദങ്ങളിലേക്കോ വിമർശനങ്ങളിലേക്കോ പൊതുവെ മാറ്റി നിർത്താറുണ്ട്. പക്ഷെ ചെറിയ ആളല്ല, മുഖ്യമന്ത്രി CPM അതാണ് ഗതികേടിന്റെ. നേതാവാണ്. അതെ അതെ. അപ്പൊ അത് ഗതികേടിന്റെ അറ്റാണ് കാണിക്കുന്നത്. കാരണം അവർ പറ്റ തറ പറ്റാൻ പോവുകയാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സാധാരണ ചെയ്യാത്തതുപോലെ പാണക്കാട് തങ്ങന്മാരെ അടക്കം വിമർശിച്ചത്. ഈ മനോഭാവ വിഷയത്തിൽ താങ്കൾ എന്തെങ്കിലും നീക്കവും ബിഷപ്പുമാരായിട്ട് സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ബിഷപ്പുമാരുമായിട്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. ബിഷപ്പുമാരുമായി സംസാരിക്കാൻ സന്ദർഭം കിട്ടിയാൽ തങ്ങൾ സംസാരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയാമെന്ന് വിചാരിച്ചു. പാണക്കാട് തങ്ങന്മാർ ഗവൺമെന്റിലെ എല്ലാ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് പല സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ടാവും. പക്ഷേ പാണക്കാട് തങ്ങന്മാർക്ക് ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ജനഹൃദയങ്ങളിലുള്ളവരാണ് അവർ. ഈ പാലക്കാടിന് ഈ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോ എങ്ങനെയാ ഒരു അവസാന ചിത്രം? ഇപ്പം UDFന്റെ ശരിക്കൊരു മേധാവിത്വമുണ്ടോ, അതോ BJPയുടെ ഒരു വെല്ലുവിളി? UDF വമ്പൻ വിജയം നേടുന്ന സ്ഥിതിയായി. കാരണം അല്ലെങ്കിൽ തന്നെ ജയിക്കുന്ന പാർട്ടി ഏതാണോ എന്ന് നോക്കി മതേതര വിശ്വാസികൾ വോട്ട് ചെയ്യാണ് പാലക്കാട് സംഭവിക്കുക. ജയിക്കുന്ന പാർട്ടി CPM അല്ലാന്ന് ഇപ്പോൾ ഉറപ്പായി. അപ്പൊ അതുകൊണ്ട് തന്നെ മതേതര വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആയിട്ട് UDFന് കിട്ടും. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം UDF കാൻഡിഡേറ്റ് ഉണ്ടാവും. ഈ മുൻപത്തെ പിന്നെ അവിടെ വിഷയത്തിലെ ക്രൈസ്തവ വോട്ടുകൾ അവിടെ ഉണ്ട്, നിർണായകമാണ്. അത് ക്രൈസ്തവ വോട്ടുകളെ വല്ലതും ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മണിപ്പൂർ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ, BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ അവർ കൂട്ടുനിൽക്കൂല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മണിപ്പൂര്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ന്യൂനപക്ഷ ജനങ്ങൾ, അത് മുസ്ലിം ന്യൂനപക്ഷം വേറുള്ളവരും ഒക്കെ UDFന്റെ ഉറച്ച അനുയായികളാണ്. അതുകൊണ്ട് UDF ആണ് തീർച്ചയായും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ആശയം. അതുകൊണ്ട് തീർച്ചയായും അവർ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ വോട്ട് ചെയ്യൂ.